ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ഏറ്റവും പുതിയ പ്രൊമോ, അതായത് ഈ സീസണിന്റെ തീം എന്താണെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രൊമോ എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ, പ്രൊമോയുടെ ക്വാളിറ്റി, വിഷ്വൽസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു സിനിമയുടെ ട്രെയിലർ കാണുന്ന ഫീൽ തന്നെയാണ് കിട്ടുന്നത്. മുൻകാലങ്ങളിലുള്ള ബിഗ് ബോസ് സീസണുകൾ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞൊരു സീസണും അതുപോലെ തന്നെ ഈ ഒരു സീസണിലെ പ്രൊമോകളുടെ നിലവാരം ശരിക്കും മറ്റൊരു ലെവലിലേക്കാണ് പോയിരിക്കുന്നത്. മുൻകാലങ്ങളിലെ ബിഗ് ബോസ് സീസണുകൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു 2 സീസണിലെ തീം എന്താണെന്ന് സൂചന നൽകിക്കൊണ്ടുള്ള ലാലേട്ടൻ്റെ മാസ് അവതരണത്തോടെ വരുന്ന ഈ പ്രൊമോകൾ കാണുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷ സ്വാഭാവികമായും ആകാശത്തോളം ഉയരും. പ്രധാനമായും കഴിഞ്ഞ 2 സീസണുകളായി വരുന്ന പ്രൊമോകൾ അങ്ങനെയാണ്. മാസ് പഞ്ചിങ് ആയിട്ടുള്ള ബിഗ് ബോസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് ആവേശം നൽകുന്ന രീതിയിലുള്ള ഒരു പക്ക എൻ്റർടൈനിങ് പ്രൊമോ. പക്ഷേ പ്രശ്നം ഇതൊന്നുമല്ല, പ്രൊമോയിൽ കാണുന്ന ആ ഹൈപ്പ്, ആ ഇൻറ്റൻസിറ്റി, ആ പ്രോമിസ് സീസൺ തുടങ്ങിയും അവസാനിച്ചും കഴിയുമ്പോൾ ശരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടോ? സത്യസന്ധമായി പറഞ്ഞാൽ പല പ്രേക്ഷകർക്കും അതിൻ്റെ ഉത്തരം ഇല്ല എന്നായിരിക്കും. ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ തന്നെ നോക്കൂ, 7ന്റെ പണി എന്ന ടാഗ് ലൈൻ, അതിന് പിന്നാലെ വന്ന പ്രൊമോകൾ കണ്ടസ്റ്റൻസിൻ്റെ ഫേക്ക് സ്ട്രാറ്റജികൾ പൊളിച്ചെടുക്കും, കരച്ചിൽ നാടകങ്ങൾ തുറന്നു കാട്ടും, ആവശ്യമെങ്കിൽ ബിഗ് ബോസ് ടീമിനെയും ചോദ്യം ചെയ്യും, മികച്ച ടാസ്കുകൾ ഉണ്ടാകും എന്നൊക്കെയുള്ള വമ്പൻ വാഗ്ദാനങ്ങളായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് എന്തായിരുന്നു? ഹിന്ദി ബിഗ് ബോസിലൊക്കെ സൽമാൻ ഖാൻ നടത്തുന്നത് പോലെ ശക്തമായ വീക്കെൻഡ് എപ്പിസോഡുകൾ, ഓരോ കണ്ടസ്റ്റൻസിനെയും തുറന്നു കാട്ടുന്ന അവതരണം, ഗെയിമിനെ മാറ്റിമറിക്കുന്ന ടാസ്കുകൾ, അതായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ യഥാർത്ഥത്തിൽ നടന്നത് എന്താണ്? പണ്ട് കണ്ടുമറന്ന അതേ കസേരകളി, അതേ ഓട്ടപ്രദക്ഷിണം, അതേ ബലൂൺ പൊട്ടിക്കൽ, പല ടാസ്കുകളും വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടത് മാത്രമാണ് നമ്മൾ കണ്ടത്. കണ്ടസ്റ്റൻസിന്റെ കാര്യവും അതുപോലെ തന്നെ. ഒരു ഗുണവുമില്ലാത്ത കുറെ വാഴകളെ കൊണ്ടുവന്നു എന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു മെച്ചവും ഉണ്ടായില്ല. അവരെ വെച്ച് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും ബിഗ് ബോസ് കഷ്ടപ്പെട്ടു. വളരെ കുറച്ച് പേരാണ് സീസൺ പിടിച്ചു നിർത്തിയത്. ബാക്കി പലരും വലിയ നിരാശയായി മാറി. ഇതെല്ലാം ബിഗ് ബോസ് ടീമിനെ മാത്രം കുറ്റപ്പെടുത്താനും പറ്റില്ല. അവർ പ്രതീക്ഷിച്ചായിരിക്കും മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ അവസാനം പ്രേക്ഷകർക്ക് കിട്ടുന്നത് മികച്ച ഒരു സീസൺ അല്ല എന്നതാണ് പ്രധാന പ്രശ്നം. ഇപ്പോൾ സീസൺ 8ലേക്ക് വരുമ്പോൾ വീണ്ടും അതേ രീതിയിലാണ് ഹൈപ്പ്. ഈ പ്രാവശ്യം ചാണക്യന്റെ അർത്ഥശാസ്ത്രം, രാജഭരണം, അധികാരം, തന്ത്രങ്ങൾ, ഭരണപോരാട്ടം. പ്രൊമോ മുഴുവൻ കണ്ടാൽ തന്നെ ഈ സീസണിന്റെ തീം ഏകദേശം എന്താണെന്ന് മനസ്സിലാക്കാം. രാഷ്ട്രീയം, ഡെമോക്രസി, പവർ, അലയൻസ്, സ്ട്രാറ്റജി, അധികാരം പിടിച്ചെടുക്കാനുള്ള കളി. ഈ രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കും ഇത്തവണ ഒരുക്കുന്നത് എന്ന സൂചനയാണ് പ്രൊമോ നൽകുന്നത്. ഇത് പലർക്കും കഴിഞ്ഞ ബിഗ് ബോസ് ഹിന്ദി സീസൺ 19ന്റെ തീമിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതേപടി കോപ്പി ചെയ്യുമെന്നല്ല, പക്ഷേ അതിൽ നിന്നും ഇൻസ്പിറേഷൻ എടുത്ത് മലയാളം പ്രേക്ഷകർക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയ ഒരു തീം തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ തീം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടാകുമോ? കാരണം എത്ര വലിയ തീം കൊണ്ടുവന്നാലും അതിന് ചേരുന്ന മത്സരാർത്ഥികളില്ലെങ്കിൽ അതൊന്നും വർക്കാകില്ല. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ടീമിന്റെ ഉത്തരവാദിത്വവും വളരെ വലുതാണ്. ടീമിനോട് കണക്ട് ചെയ്യുന്ന ടാസ്കുകൾ, പുതിയ ഐഡിയാസ്, മൈൻഡ് ഗെയിംസ്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ്, അലയൻസ് മാറ്റുന്ന ടെസ്റ്റ്, പവർ ബാലൻസ് മാറ്റുന്ന ചലഞ്ചസ്, ഇതൊക്കെ ആയാലേ ഈ കോൺസെപ്റ്റ് പൂർണ്ണമായി വിജയിക്കൂ. ഇല്ലെങ്കിൽ വീണ്ടും പ്രൊമോയിൽ മാത്രം ഒതുങ്ങുന്ന പഞ്ചിങ് മാത്രമായി പോകും. സീസൺ പഴയ രീതിയിൽ തന്നെ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. സീസൺ 1 കഴിഞ്ഞ് ഇന്ന് വരെ ആ ലെവലിൽ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതുപോലെ തന്നെ പല പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത്. പിന്നെ സീസൺ 4ന് നല്ലൊരു ഓഡിയൻസ് പുൾ ലഭിച്ചെങ്കിലും സീസൺ 1 നൽകിയ ആ ഓവറോൾ ഇമ്പാക്റ്റ് ഒന്നും ഇന്നും മറ്റൊരു സീസണും നൽകിയിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം. ബിസിനസ് പരമായ ബിഗ് ബോസ് ടീമിന് പല നേട്ടങ്ങളും ഉണ്ടായിരിക്കാം. TRP ഒക്കെ ഓരോ സീസണുകളിലും കൂടി തന്നെയാണ് വരുന്നത്. എന്നാൽ പ്രേക്ഷകരെന്ന നിലയിൽ അവർക്ക് മികച്ചൊരു സീസൺ കിട്ടിയിട്ട് 2-3 വർഷങ്ങളായി. അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 സീസണുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒന്നിനൊന്നിന് അട്ടർ ഫ്ലോപ്പായിട്ട് വരുന്ന ഓരോ സീസണുകളും. അതിനാൽ ഇത്തവണ പ്രൊമോയിൽ കാണിച്ച ആ നിലവാരം സീസണിലും കാണിക്കാൻ ബിഗ് ബോസ് ടീമിന് കഴിയണം. ടീമിനനുസരിച്ചുള്ള കണ്ടസ്റ്റൻസ് വേണം, സ്ട്രോങ് ടാസ്ക് വേണം, ക്രിയേറ്റീവ് എക്സിക്യൂഷൻ വേണം. അപ്പോഴാണ് ഈ സീസൺ ശരിക്കും ചരിത്രം സൃഷ്ടിക്കുക. എന്തായാലും പ്രൊമോ കണ്ടാൽ പ്രതീക്ഷകൾ വലുതാണ്. ആ പ്രതീക്ഷകൾ ഇത്തവണ യാഥാർത്ഥ്യമാകുമോ? പ്രൊമോയിലെ ആ ചാണക്യ തന്ത്രങ്ങളും അധികാര പോരാട്ടവും രാഷ്ട്രീയ നീക്കങ്ങളും എല്ലാം ഈ സീസണിൽ അതേ ഇൻറ്റൻസിറ്റിയിൽ കാണാൻ കഴിയുമോ? അതിന് ഉത്തരം കിട്ടാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ അറിയിക്കുക. ഈ ഒരു തീം വിജയിക്കുമോ? അല്ലെങ്കിൽ വീണ്ടും പ്രൊമോയിൽ മാത്രം ഒതുങ്ങുന്ന ഹൈപ്പ് മാത്രമായി പോകുമോ? അതായത് അമ്പും ബില്ലും മിഷ്യൻ കണ്ണും ഒടുവിൽ പവനായി ശവമായി എന്ന് പറയുന്നത് പോലെ പ്രൊമോയിൽ കാണുന്ന ഹൈപ്പ് മാത്രമായി ഒതുങ്ങുമോ ഈ സീസണും? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.